പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ 19 പ്രതികൾക്ക് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കുടുംബത്തിന്റെയൊക്കെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം തള്ളി മുഴുവൻ പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുകയാണോ കോടതി? കോടതി ചില പരിഗണനകൾ ഇതിൽ നോക്കിയിരുന്നു. അതായത് ഇവരെല്ലാം തന്നെ വിദ്യാർത്ഥികളാണ്, അതൊരു കാര്യമായി കോടതി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ പ്രായം, ഈ പ്രതികളുടെ പ്രായമടക്കം കോടതി പരിഗണനയ്ക്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 19 പേരാണ് ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയത്. 19 പേർക്കും കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ CBI കോടതിയിൽ നിന്നും ഒരാൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. അങ്ങനെ ഈ കേസിലെ 20 പേരും ജാമ്യം നേടി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉപാധികളോടെയാണ് ജാമ്യം. വയനാട് ജില്ലയിൽ ഈ പ്രതികൾ ഈ കേസിന്റെ വിചാരണ തീരും വരെ കയറരുത്, 2 സംസ്ഥാനം വിട്ട് പുറത്തു പോകരുത്, 3 ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം, അങ്ങനെ 3 ഉപാധികളുണ്ട്. തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങി സ്ഥിരം ഉപാധികളും വെച്ചിട്ടുണ്ട്. നേരത്തെ CBIയും ഈ മരിച്ച സിദ്ധാർത്ഥന്റെ മാതാവും ഇവരുടെ ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർത്തിരുന്നു. പക്ഷേ അത് കോടതിയിൽ നിന്നില്ല, ജാമ്യം കിട്ടിയിരിക്കുന്നു. തുടർന്നിനി CBI അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള വഴി. ജെ സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിലാണ് മുഴുവൻ പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികളോടെയാണ് ജാമ്യം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.